പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ 9ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. രാഹുലിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയുടെ മൊഴി SIT വൈകാതെ എടുത്തേക്കും. അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ പരാതിയിലും ഊർജിതമായി മൊഴിയെടുക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ 9ാം ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെയാണല്ലോ. ഇനി എന്തായിരിക്കും സാഹചര്യം? എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് ഇപ്പോൾ ഒരു പിടിയുമില്ല. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമോ, പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് ഇന്നലെ കടന്നുപോയത്. അതിനുശേഷം രാത്രിയോടെയാണ് കുടകിൽ ഒളിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോസ്ദുർഗിൽ കോടതിയിൽ ഹാജരായേക്കും എന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടായത്. വലിയ ബഹളമായിരുന്നു അവിടെ. ഹോസ്ദുർഗ് കേന്ദ്രീകരിച്ച്, കോടതി കേന്ദ്രീകരിച്ച് പോലീസും മാധ്യമപ്രവർത്തകരും ഒക്കെ കുറേ നേരം കാത്തിരുന്നു. പ്രതിഷേധവുമായി DYFIയും BJPയും എത്തി. രാഹുൽ മാങ്കൂട്ടത്തിന് വരുവാണെങ്കിൽ പൊതിച്ചോറുമായി DYFI തയ്യാറായി നിന്നു. പക്ഷേ അതൊരു അഭ്യൂഹം മാത്രമായിരുന്നു. പോലീസ് കരുതുന്നത് അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ ഉണ്ടാക്കുന്ന കിംവദന്തികളാണ്, ശ്രദ്ധ തിരിക്കാനുള്ള നീക്കങ്ങളാണ് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലുണ്ട്, അവിടെ എത്തി എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ വന്നു, ബംഗളൂരുവിൽ നിന്ന് പിന്നീട് കുടക് മേഖലയിലേക്ക് സഞ്ചരിച്ചതായി വിവരമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് പക്ഷേ സ്ഥിരീകരണവുമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവ് കേന്ദ്രം എവിടെയാണ് എന്നത് സംബന്ധിച്ചും പോലീസിന് കൃത്യമായ വിവരമില്ല. അതുകൊണ്ട് തന്നെ ഉടൻ അറസ്റ്റിലാകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പോലീസ് അന്വേഷിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ള കാര്യം. ഇനി പോലീസിനെ പറ്റിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ കർണാടക കേന്ദ്രീകരിച്ച്, അതായത് നീക്കങ്ങൾ, വ്യാജമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പോലീസിനെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെയുള്ള സംശയങ്ങളുണ്ട്. കാരണം പോലീസ് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് കർണാടകയിൽ നിന്നുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ വരിക, അപ്പോൾ പോലീസ് അവിടേക്ക് പോകുമ്പോൾ അത് അവിടെ ആളില്ലാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങൾ പയറ്റുന്നതായിട്ടൊക്കെ പോലീസ് കരുതുന്നുണ്ട്. ഏതായാലും ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ ഫയൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴേക്കും രാത്രി വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ സർട്ടിഫൈഡ് കോപ്പി കിട്ടാൻ വൈകിയപ്പോൾ ഇന്ന് ഒരു പക്ഷേ ഫയൽ ചെയ്യും. പക്ഷേ ഇന്ന് പെട്ടെന്ന് എടുക്കാനുള്ളൊരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് തന്നെ എടുക്കാനുള്ളൊരു നീക്കം ഉണ്ടാകും. പക്ഷേ അത് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നാളെയും മറ്റന്നാളും കഴിഞ്ഞ് ഇനി തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ദിവസം ഒളിവ് ജീവിതം കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും പോലീസിന് ഇപ്പോൾ കൃത്യമായ വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് സംബന്ധിച്ചില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അതിനൊപ്പം തന്നെ ഇന്നലെ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 അനുയായികളെ, ഒരു ഡ്രൈവറെയും ഒരു ഓഫീസ് ജീവനക്കാരനെയും കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് പോയ പോലീസ് അവരെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരെ 2 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. അവരുടെ റിമാൻഡും ഉണ്ടാവും. അതിന് ഒപ്പം തന്നെ രണ്ടാമത്തെ പരാതിയിലുള്ള ചടുലമായ നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുകയാണ്. ഇന്നലെ ഈ പരാതി ഉന്നയിച്ചു എന്ന് കരുതുന്ന പെൺകുട്ടിയുടെ ഇമെയിലിലേക്ക് ഒരു നോട്ടീസ് അയച്ചിരുന്നു. ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ അതിന് തയ്യാറാണ്. അത് പിന്നീട് സ്ഥലം അല്ലെങ്കിൽ സമയം അറിയിക്കാം എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത്. അത് കാത്തിരിക്കുകയാണ് പോലീസ്. എവിടെ വെച്ചിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴിയെടുക്കാൻ കഴിയും എന്നതൊക്കെയുള്ള ആലോചനയാണ്. ഇന്നലെ രാത്രിയിൽ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണം ചിന്തിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA സ്ഥാനം രാജിവെക്കാൻ അത്രയേറെ സമ്മർദ്ദമുണ്ട്. അല്പമെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ് എന്ന ആവശ്യം ഉയരുന്നുണ്ട്. ധാർമ്മികതയെക്കുറിച്ചൊന്നും അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. എങ്കിൽ കൂടി അങ്ങനെ വരുമ്പോൾ CPMന്റെ ഭാഗത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിലോ ഇതിന് സമാനമായതോ ഒക്കെയായ ആരോപണം നേരിടുന്ന പലരും MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ കോൺഗ്രസിന് തീർച്ചയായും ആവശ്യപ്പെടാം, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു രാജി ഉണ്ടാവേണ്ടതല്ലേ, MLA സ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി MLA സ്ഥാനം രാജിവെക്കണം എന്ന കാര്യത്തിൽ കൂടുതൽ ഒരു വാശി എതിർപക്ഷത്തു നിന്നുണ്ടാകുമായിരിക്കും. മോത്തി, രാഷ്ട്രീയമായി കോൺഗ്രസ് നേതൃത്വം ഇനി പ്രതിരോധം തീർക്കുന്നത് ഈ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരാവശ്യം അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉയർത്തിക്കൊണ്ടായിരിക്കും. കാരണം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ് ഏറ്റവും വലിയ നടപടി എന്നാണ് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി സംസാരിക്കേണ്ടതില്ല. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുവരെയുള്ള പ്രചരണത്തിനിടയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി പറഞ്ഞ് മടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ മുൻകൂർ ജാമ്യം
തള്ളി ഏതാണ്ട് 4 മിനിറ്റ്, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് കൂടി പുറത്തിറക്കുന്നത്. അപ്പോൾ ഇനി MLA സ്ഥാനം രാജിവെക്കുന്നതായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം ഇഷ്ടമാണ് അല്ലെങ്കിൽ താല്പര്യമാണ് എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടി അടയാളത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ UDF മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നാണ് ജനപ്രതിനിധിയായത്. അപ്പോൾ UDF എന്ന് പറയുന്ന നയത്തിന് കൂടി നൽകിയ ജനകീയ അംഗീകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. അപ്പോൾ അങ്ങനെയുള്ള ആളെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കി കഴിയുമ്പോൾ അയാളുടെ MLA സ്ഥാനം തുടരുന്നത് ഉചിതമല്ല, അതിനകത്ത് ധാർമ്മിക പ്രശ്നമുണ്ട് എന്നുള്ള വാദം എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ സ്പീക്കർക്ക് ഇയാളുടെ MLA സ്ഥാനം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വത്തിന് വേണമെങ്കിൽ കത്ത് കൊടുക്കാം. പക്ഷേ അത്തരം നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും MLA സ്ഥാനം രാജിവെക്കാത്തത് ഒരു ചോദ്യമായി ഇനി കോൺഗ്രസ് നേതൃത്വത്തെയും UDFനെയും അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രാഷ്ട്രീയ ചോദ്യം ഇനിയും ഉയരും. പക്ഷേ അപ്പോഴും അവർ ഉന്നയിക്കാൻ പോകുന്ന പ്രതിരോധം എന്ന് പറയുന്നത് ഞങ്ങൾ അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി, ഇങ്ങനെ CPMൽ ഇത്തരം ആരോപണം ഉണ്ടായവരെ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് വലിയ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. 2 CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരെ ഇതുവരെ പാർട്ടി തലത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ള ഒരു പ്രത്യാക്രമണം കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓണാക്കിയ ഒരു ആശയവിനിമയത്തിന് തയ്യാറായാൽ മാത്രമേ ഔദ്യോഗികമായി രാജിവെക്കാനൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യപ്പെടാൻ കഴിയൂ. അയാൾ ഫോൺ ഓണാക്കിയാൽ, രാജിപ്രഖ്യാപനമോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയും ഫോൺ ഓണാക്കിയാൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഏതെങ്കിലും ഫോൺ ബന്ധപ്പെട്ടാൽ ഉടൻ തന്നെ അറസ്റ്റിലാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഏതായാലും നമുക്കൊരു കാര്യം വ്യക്തമാണ്, മുൻകൂർ ജാമ്യം തള്ളിയ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമെന്നാണ്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമില്ല എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ഫയൽ ചെയ്ത് അവിടുത്തെ തീരുമാനം കൂടി അറിഞ്ഞ് ഇനി ഒരുപക്ഷെ അതിനുശേഷം സുപ്രീം കോടതിയിലും പോയി അവിടുത്തെ തീരുമാനം അറിഞ്ഞ ശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുവരെ ഒളിവിലിരിക്കാനായിരിക്കും തീരുമാനം. പ്രത്യേകിച്ച് കർണാടക സുരക്ഷിതമായ സ്ഥലമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്. കാരണം അവിടെ ഒരുപാട് പാർട്ടിക്ക് സ്വാധീനമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് വലയങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ ചില കേന്ദ്രങ്ങളിലൊക്കെ അയാൾ നേരത്തെ ബന്ധപ്പെടാറുള്ള കേന്ദ്രങ്ങളിലൊക്കെ അയാൾ പോയിരുന്നു എന്നുള്ളതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇയാളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ, സാധ്യതയുള്ളവരെ. അപ്പോൾ അവരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. പക്ഷേ ഏതെങ്കിലും ഈ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നത് പോലീസിന് വലിയ തലവേദനയാണ്. ഒരുപക്ഷെ ഒളിയിടം കണ്ടെത്തിയാൽ പോലും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് മറ്റ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പോലീസിന് ആശങ്കയുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒളിയിടം സംബന്ധിച്ചുള്ള സൂചനകളൊന്നും ഇപ്പോഴില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്ഥലമൊക്കെ മാറിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. മോത്തി.